ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസത്തിൻ്റെ ആയി. കാരണം നമ്മൾ കുറച്ച് എൻഗേജ്മെൻറ്റ്സിലായിപ്പോയി. അത് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അത് ഓൺ ദ വേ ആണ്. കുറച്ച് സസ്പെൻസൊക്കെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ട്രെയിനിലല്ല പോകുന്നത്, ഏട്ടൻ വന്ന് കൂട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട്. അതൊരു പ്രത്യേക ഫീലാണെന്നല്ലോ, എപ്പോഴെങ്കിലും വന്ന് കൂട്ടാൻ വരും എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേട്ടൻ പിന്നെ എന്നെ കൂട്ടാൻ വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ഇറങ്ങി. നീ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിൽക്ക്, ഞാൻ അപ്പോഴത്തേക്കും വരാമെന്ന് ഇറങ്ങിയിട്ടാണ്. അന്നേരം ഞാൻ ഈ ടൈമിൽ ഞാൻ ഇതിലൂടെയൊക്കെ ഇപ്പം പോവലേ ഇല്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ SM കൂടെ വരികയാണ് ചെയ്യുക. അല്ലെങ്കിൽ അത്രയും ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ബസ്സിൽ വരൽ. നമ്മളിപ്പം ആദ്യം ബസ്സിൽ വരുന്ന ടൈമിലേനു ഈ ഒരു റൂട്ടിൽ കൂടിയൊക്കെ ഞാൻ ഓഫീസിലേക്ക് പോവുക. അപ്പോൾ ഞാൻ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കാത്തു നിൽക്കാൻ തുടങ്ങി. പക്ഷേ ഞാനിങ്ങനെ കാത്തു നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഏട്ടനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണും പിടിച്ച് നിൽക്കുമ്പോഴാണ് മൂപ്പർ എന്നെ കണ്ടിക്കില്ല ഗൈസ്. മൂപ്പര് വേഗം അങ്ങ് ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിളിച്ച് ഞാൻ വീഡിയോ ഉള്ളതെന്ന് ഇറങ്ങിയിട്ട് റിട്ടേൺ അടിച്ച് പിന്നെയും എന്നെ കൂട്ടിയിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ കഥയും പറഞ്ഞ് പാട്ടും പാടിയൊക്കെ പോവുകയാണ്. വരുന്ന വഴിക്ക് പെട്രോൾ പമ്പ് കയറി പെട്രോളൊക്കെ അടിച്ച് ബൈപ്പാസ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ബൈപ്പാസ് കൂടി കൊയിലാണ്ടി ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് റോഡ് പണി നടക്കുകയല്ലേ. അപ്പോൾ നല്ല ബ്ലോക്കൊക്കെ ആയിരിക്കും, എത്താൻ നല്ല ലേറ്റാവും. അപ്പം എണ്ണക്കടിയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, നമ്മൾ ഈ ടൈമിൽ 5 മണി 5:30 ഒരു ചായയൊക്കെ കുടിച്ച് ഒന്നൊന്ന് റിഫ്രഷ് ആകാൻ വിചാരിച്ചു. എനിക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ ഓൾറെഡി ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ബൈപ്പാസിൻ്റെ അടുത്ത് നല്ലൊരു കടയുണ്ട്. അപ്പോൾ ഏട്ടനൊരു ബോണ്ടയും ഞാനൊരു ഉഴുന്നുവടയും 2 ചായയും. നല്ല ചൂടുള്ള കടികളായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ ടൈമിൽ ഡയറ്റും കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല ഈ എണ്ണക്കടിയൊക്കെ കാണുമ്പോൾ. ഈ സമയത്ത് ഈ എണ്ണക്കടിയൊന്നും കാണുമ്പോൾ ഞാൻ ഡയറ്റിങ്ങിലാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ മറന്നുപോകും. അത്രയും ടേസ്റ്റായിരുന്നു ഈ സംഭവമൊക്കെ കഴിക്കാൻ. ഒന്നാമത് ഞാൻ വിശന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കിട്ടിയാൽ മതി എന്നാണല്ലോ വിചാരിക്കുക. അപ്പോൾ പിന്നെ ഏട്ടൻ പറയാണ് ബോണ്ട നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനൊരു പഴംപൊരിയും വാങ്ങി കഴിച്ചു. വിശക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ ബൈ.